ഇന്ന് നമുക്ക് ഒരു കറിവേപ്പില പൊടി ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റാട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുരുമുളക്, പെരുംജീരകം, ജീരകം, മല്ലി എല്ലാം ഇട്ട് നല്ല പോലെ വറുക്കുക. കരിയാൻ പാടില്ല. അതിന് ശേഷം വെളുത്തുള്ളി, കപ്പലണ്ടി, നിറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ വറുക്കുക. കറിവേപ്പിലയുടെ കളറ് മാറാൻ പാടില്ല കേട്ടോ. നല്ല പോലെ ക്രിസ്പായി കഴിഞ്ഞാൽ അത് തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ പൊടിക്കുക. പക്ഷെ കുറച്ച് കറിവേപ്പില നമ്മൾ മാറ്റി വയ്ക്കണം. അത് തിരുമ്പിയിടാനേ പാടുള്ളൂ, മുഴുവൻ പൊടിയാൻ പാടില്ല. പിന്നെ വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുട്ടകൾ നടുക്ക് മുറിച്ച് കമത്തി വയ്ക്കുക. കമത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് അത് മൂത്ത് കഴിഞ്ഞാൽ നിറച്ച് കറിവേപ്പില പൊടി എല്ലായിടത്തും എത്തണ വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് തിരിച്ചും മറിച്ചിട്ടിട്ട് മൂപ്പിക്കണം. നല്ല സ്മെല്ല് വരും കേട്ടോ. നേരത്ത് നല്ല സ്മെല്ലാണ്. ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി എന്തിൻ്റെ ഒപ്പവും കഴിക്കാം. മുട്ട വെറുതെ കഴിക്കാം, സൈഡ് ഡിഷ് ആക്കാം, ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും നല്ലത്.